ഹായ് ഹലോ, ഇന്ന് നമ്മൾക്ക് ഉപ്പ് കൊണ്ട് എങ്ങനെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ബാത്റൂമിൽ വെക്കുന്ന ബക്കറ്റും കപ്പും വൃത്തിയാക്കാനും ഈ ഉപ്പ് മാത്രം മതി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ ബാത്റൂമാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. വീഡിയോ എടുത്തിട്ട് ഒരാഴ്ചയായെങ്കിലും ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നതുകൊണ്ട് ഞാനിത് പെൻഡിങ്ങിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ക്ലീൻ ചെയ്യാൻ ഞാനിവിടെ ഒരു പാത്രത്തിൽ 3 സ്പൂൺ ഉപ്പും 3 സ്പൂൺ സർഫിൻ്റെ പൊടിയും ഒരു ചെറുനാരങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും കൂട്ടിയെടുക്കാവുന്നതാണ്. ഇവിടെ കുഴൽക്കിണറിലെ വെള്ളമായതുകൊണ്ട് തന്നെ ഇവിടെ വാഷ് ബേസിലും ജഗ്ഗിലും പാത്രങ്ങളിലും എല്ലാം ക്ലീൻ ചെയ്താലും വെള്ളത്തിൻ്റെ കറകൾ ഒട്ടും പോകാറില്ല കേട്ടോ. ആദ്യം തന്നെ ചുമരിലെ ടൈൽസിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു പ്ലാസ്റ്റിക് സഞ്ചിയെടുത്ത് കയ്യിലിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. പെട്ടെന്ന് തന്നെ ഇത് വൃത്തിയായി വരുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നല്ല നീറ്റായിട്ട് കാണുമെങ്കിലും കുറച്ച് കഴിഞ്ഞ് ടൈൽസിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിൻ്റെ റിസൾട്ട് ശരിക്കും കിട്ടുകയുള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം വിനാഗിരിയും ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നോക്കി. പക്ഷേ എനിക്കതിൽ കാര്യമായ റിസൾട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ എനിക്ക് ഈ ടിപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.